ദലൈലാമയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള തർക്കം രൂക്ഷമാകുന്നു. ദലൈലാമയുടെ പിൻഗാമിയെ നിശ്ചയിക്കാൻ അവകാശം ദലൈലാമയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയതിന് പിന്നാലെയാണിപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നത്. ചൈന ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ ജാഗ്രതയോടെ തന്നെ പ്രവർത്തിക്കണമെന്നും ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ അതിന്റെ സ്വാധീനം ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും പറയുന്നു. മാത്രമല്ല, ഇന്ത്യ വാക്കുകളിലും പ്രവൃത്തികളിലും ജാഗ്രത പാലിക്കണമെന്നും സിസാങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് അത് അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ ചൈന ബന്ധത്തിൽ പുരോഗതിയും അതുപോലെ തന്നെ വികസനത്തെയും ഇത് ബാധിക്കരുത് എന്നുമാണ് ചൈനയുടെ ആവശ്യം. അതേപോലെ തന്നെ 14ാമത് ദലൈലാമയുടെ ചൈന വിരുദ്ധ വിഘടനവാദ സ്വഭാവത്തെക്കുറിച്ച് ഇന്ത്യ വ്യക്തമായ ഒരു ധാരണ പുലർത്തണമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഇത് സംബന്ധമായ വിഷയങ്ങളിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത പാലിക്കണമെന്നും റിജിജുവിന്റെ അഭിപ്രായത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ്ക വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചൈന ടിബറ്റിനെ സിയാങ് എന്നാണ് വിളിക്കുന്നതും. പിൻഗാമിയെ നിശ്ചയിക്കുന്നതിൽ ചൈനയുടെ ഇടപെടൽ തടഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ദലൈലാമയും രംഗത്ത് വന്നിരുന്നു. പിൻഗാമിയെ തന്റെ മരണശേഷമേ നിശ്ചയിക്കാനാകൂ എന്നതാണ് ദലൈലാമ വ്യക്തമാക്കിയിരിക്കുന്നത്. 15ാം ദലൈലാമയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ദലൈലാമയുടെ ഓഫീസിനാകും. ഈ ചുമതലയുള്ള നഗേൻ ഫോർട്രങ് ട്രസ്റ്റിന് മാത്രമാകും അധികാരം നിലവിലെ ദലൈലാമ ആരെന്നറിയാൻ സാധിക്കൂ. ഭാവിയിൽ ദലൈലാമയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഇങ്ങനെയാണ് എന്ന് 2011 സെപ്റ്റംബർ 24-ന് ആ ഒരു പ്രസ്താവനയിലൂടെ അവർ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പുതിയ ദലൈലാമയെ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്തം ദലൈലാമയുടെ ഓഫീസിന് അവിടുത്തെ അംഗങ്ങൾക്ക് മാത്രമായിരിക്കും എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. മറ്റാർക്കും ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ അധികാരമില്ല. 14ാമത് ദലൈലാമ ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് വ്യക്തമായ സന്ദേശം തന്നെയായിരുന്നു ദലൈലാമ ഇതിലൂടെ തന്നെ നൽകിയിരിക്കുന്നതും. പിൻഗാമിയെ 14ാമൻ ദലൈലാമ തന്റെ 90ാം ജന്മദിനമായ ജൂലൈ 6-ന് പ്രഖ്യാപിക്കുമെന്ന് വിശ്വാസികൾ പ്രതീക്ഷിച്ചിരുന്നു. ദലൈലാമ തിരഞ്ഞെടുപ്പിൽ പിടിമുറുക്കാൻ ചൈന ശ്രദ്ധിക്കുന്നതിനിടയിലായിരുന്നു ഇത് സംബന്ധിച്ച് വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുന്നതും. അതുപോലെ തന്നെ 1951-ൽ ലാസയിലെ ചൈനീസ് ഭരണത്തിനെതിരായ പ്രക്ഷോഭം ലക്ഷ്യം കാണാതിരുന്നതോടുകൂടിയാണ് ഇപ്പോഴത്തെ ദലൈലാമ 15ാം വയസ്സിൽ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതും. ആയിരക്കണക്കിന് ടിബറ്റുകാരോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്തത്. ചൈന അദ്ദേഹത്തെ വിഘടനവാദി എന്നും വിമതരെന്നുമാണ് മുദ്രകുത്തിയതും. 1,40,000 ടിബറ്റൻ വംശജരുടെ നിയന്ത്രണം ഇന്ത്യയുടെ അനുവാദത്തോടു കൂടി തന്നെ ഇപ്പോൾ ധരംശാലയിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടത്തിനാണ്. പുതിയ ദലൈലാമ ചൈനയ്ക്ക് പുറത്തുള്ളയാളാകുമെന്നതാണ് പൊതുധാരണ. ചൈനയിൽ താമസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ലാമയാകാൻ കഴിയൂ എന്നതാണ് ചൈനീസ് സർക്കാരിന്റെ നിലപാട്. പുതിയ ലാമയെ തിരഞ്ഞെടുക്കാൻ ചൈന നീക്കം തുടങ്ങിയിരിക്കുകയാണ്. ടിബറ്റിൽ ചൈന നിയോഗിച്ച പഞ്ചലാമ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ 600 കൊല്ലം പഴക്കമുള്ള ദലൈലാമ എന്ന ആത്മീയ സ്ഥാനത്തിന് തുടർച്ചയുണ്ടാകുമെന്ന പ്രഖ്യാപനം ടിബറ്റൻ വംശജർക്ക് വലിയ ആശ്വാസമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.